സീക്രട്ട് റൂമിലാക്കിയ നോറ ബിഗ് ബോസ് വീടിനകത്തേക്ക് തിരിച്ചു കയറിയോ? ലൈവിൽ നാളെ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും. എന്താണ് അപ്ഡേറ്റുകൾ കിട്ടിയിരിക്കുകയാണ്. നോറയെ എന്തിനു വേണ്ടിയിട്ടാണ് സീക്രട്ട് റൂമിൽ അയച്ചത്? ഞാൻ എൻ്റെ ഒരു ഗസ് പറയാം. വിശേഷങ്ങളും അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ നോറ ഓൾറെഡി ഇന്നത്തെ എവിക്ഷൻ സൺഡേ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ നോറയുടെ എവിക്ഷനാണ് അതിനകത്ത് കാണിക്കുന്നത്. നോറയെ നേരിട്ട് സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. നോറ തന്നെ വിചാരിക്കുന്നത് എവിക്ഷൻ ആണെന്നാണ്. എന്നിട്ട് 2 മണിക്കൂർ അവിടെ ഇരുത്തിയിട്ടുണ്ട്. 2 മണിക്കൂർ നോറയെ സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ട് രാത്രി നോറയെ പ്രേതത്തെ പോലെ ആക്കിയിട്ട് വീട്ടിനകത്തോട്ട് കയറ്റി വിട്ടു. പ്രേതത്തിനെ പോലെ ആക്കിയിട്ട് വീട്ടിനകത്തേക്ക് കയറ്റി വിട്ടു എന്നാണ് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്. ഒരു ഗോസ്റ്റ് അപ്പിയറൻസിലാണ് നോറ കയറുന്നത്. അപ്പോൾ വീട്ടുകാർ ഉറപ്പായിട്ടും പേടിക്കും. കാരണം ഒരു കാരണവശാലും ഒരു വൈൽഡ് അല്ലെങ്കിൽ ഒരു റീ എൻട്രിയോ അല്ലെങ്കിൽ ഒരു റീയുണൈറ്റോ അല്ലെങ്കിൽ ഒരു സീക്രട്ട് റൂം ഒന്നും വരാൻ സാധ്യതയില്ലാത്തൊരു ടൈമാണ്. അപ്പം നോറയെ ഈ ടൈമിൽ കയറ്റി വിടുമ്പോഴത്തേക്കും അമ്മോ ഇതെന്തെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൊത്തം പേടിക്കും. അപ്പം നോറയെ തിരിച്ച് കയറ്റിയിരിക്കുകയാണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പം നാളെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഓടി ലൈവ് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം. ചിലപ്പോൾ മറ്റന്നാളത്തെ എപ്പിസോഡിലായിരിക്കും ഈ സാധനം കാണിക്കുന്നത്. കാരണം നാളെ വീക്കെൻഡ് മാത്രമേ കാണിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നോറ കയറുന്നത് കാണണമെങ്കിൽ നാളെ നമ്മൾ ലൈവ് തന്നെ രാത്രി 10:30 എപ്പിസോഡ് തീർന്നൊട്ടനെ വന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈവിൽ നോറ കയറുന്നത് കാണാം. ഓക്കെ, ഇനി എന്തിനായിരിക്കും നോറയെ പറഞ്ഞ് ഇതിനകത്തോട്ട് വിട്ടത്? ഇതുകൊണ്ട് നോറയ്ക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? 2 മണിക്കൂർ നോറ സീക്രട്ട് റൂമിലിരുന്ന് ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം വീടിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ടി വിയിൽ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുവാണേ. നോറ സീക്രട്ട് റൂമിൽ ഇരിക്കുമ്പോൾ നോറ സ്വാഭാവികമായിട്ട് എന്തോന്ന് ചിന്തിക്കും? എനിക്ക് സപ്പോർട്ട് കുറവാണ്, ഞാനാണപ്പോൾ ഇനി അടുത്ത് ഔട്ടാവാൻ പോകുന്നത്. കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കുമ്പം സപ്പോർട്ട് കുറവുള്ള ആൾ തന്നെയാണ് ഈ സീക്രട്ട് റൂമിൽ വരണം, അല്ലാതെ വേറെ ഒന്നും വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പണപ്പെട്ടി തിങ്കളോ ചൊവ്വയോ വരും. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഴ്ചയും ഞാൻ പറഞ്ഞിരുന്നു പണപ്പെട്ടി വരുമെന്ന്. അപ്പോൾ പണപ്പെട്ടി വരുമ്പോഴത്തേക്ക് നോറ അത് തൂക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം എനിക്ക് സപ്പോർട്ട് കുറവാണ്, ഞാൻ ജയിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകത്തില്ല, ഞാൻ ഇപ്പോൾ സീക്രട്ട് റൂമിലായപ്പോൾ എനിക്ക് പ്രേക്ഷകരുടെ പിന്തുണ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പെട്ടി എടുത്തു കഴിഞ്ഞാൽ നോറയ്ക്ക് ലക്കാണ് സത്യം. ആ ബുദ്ധി നമുക്ക് നോക്കാം. നോറയാണ് പെട്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കാരണം ഈ സാധനം തന്നെയായിരിക്കും. നോക്കാം. ഇന്ന് നാളത്തെ പ്രമോ നിങ്ങൾ കണ്ടോ? അതും കൂടെ ഞാൻ പറയാം. ശോകമൂകമായ കുന്തി ദേവി അന്തിക്ക് കിണ്ടി കഴുകാൻ പോയതും കുട്ടൻ കുപ്പി തപ്പിയതും പിന്നെ മണൽ ഉരുളുമ്പോൾ ചരൽ ഉരുളാത്തതും ഒക്കെയാണ് നാളത്തെ പ്രൊമോയിലുള്ളത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.